അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻ്റെ രാജ്യത്തെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തികച്ചും വ്യത്യസ്തമായ രൂപമായിരുന്നു മഹാനായ ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവലംബിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പരാതി വന്നു. തൻ്റെ വളർത്തുപക്ഷിയിൽ നിന്നും ദിവസവും മോഷണം പോകുന്നു എന്നായിരുന്നു പരാതി. തൻ്റെ സാമ്രാജ്യത്തിൽ ഇത്തരമൊരു ചെയ്തികളോ? ഖലീഫ തികച്ചും അസ്വസ്ഥനായി. ഇത് കണ്ടുപിടിച്ചേ തീരൂ. അദ്ദേഹം ആത്മഗതം ചെയ്തു. അന്ന് തന്നെ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. മദീന നിവാസികളെല്ലാം സായാഹ്ന നമസ്കാരത്തിന് ശേഷം മതോപദേശം കേൾക്കാൻ വേണ്ടി പള്ളിയിൽ ഹാജരാകണം. അങ്ങനെ പള്ളിയിലെ പ്രസംഗവേദിയിൽ നിന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ തുടങ്ങി. ചില ആളുകൾ തങ്ങളുടെ അയൽക്കാരുടെ വളർത്തുപക്ഷികളെ മോഷ്ടിക്കുന്നു എന്ന വാർത്ത വളരെ ദുഃഖകരമാണ്. അവരെ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മുടി ഇഴകളിൽ പക്ഷിത്തൂവൽ പറ്റിപ്പിടിച്ച അവസ്ഥയിലാണ് അവർ പള്ളിയിലേക്ക് തന്നെ ഹാജരായിരിക്കുന്നത്. ഖലീഫ തൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കവേ സദസ്സിലൊരാൾ തൻ്റെ മുടിയിഴകളിലൂടെ വിരൽ ചലിപ്പിക്കാൻ തുടങ്ങി. പക്ഷിത്തൂവൽ തിരയുന്ന മനുഷ്യനെ ഖലീഫ പ്രസംഗവേദിയിൽ നിന്നും കണ്ടുപിടിച്ചു. ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അയാൾ കുറ്റം സമ്മതിക്കുകയും മാപ്പറിയിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ടോ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഒരു കുറ്റവാളികളെ കണ്ടുപിടിച്ചതെന്ന്. കുറ്റവാളികളുടെ മനസ്സ് എപ്പോഴും സംശയത്തോടെ ആയിരിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെളിയിപ്പിച്ച ഒരു സംഭവമാണിത്. ഇനിയും ഒരുപാട് മഹാന്മാരുടെ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.